സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. ഇപ്പോൾ നമുക്ക് വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ആണല്ലോ. അപ്പം നിങ്ങളൊക്കെ എന്താണ് ആക്കുന്നതെന്ന്, വെക്കേഷനിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയാം. പിന്നെ ഗായ്സ്, രാവിലെ നീറ്റപ്പം എന്നെ കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കിയാലോ എന്നുള്ള ഒരു തോട്ടാണ് എൻ്റെ മൈൻഡിൽ ആദ്യം വന്നത്. അപ്പോൾ തന്നെ തുടങ്ങി നമ്മുടെ യുദ്ധം. ഞാൻ രണ്ട് പോസ്റ്റേഴ്സാണ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചത് ഫ്ലോപ്പ് ആകുമെന്നാണ്. അപ്പം ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഓൾറെഡി 2 തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെച്ചതെന്ന് തോന്നുന്നു. എന്നിട്ട് പിറ്റേന്ന് കളർ ചെയ്യാൻ അങ്ങനെ എന്തോ വിചാരിച്ചു വന്നു. ബട്ട് ഗായ്സ്, എനിക്ക് കളർ ചെയ്യുമ്പോൾ ഞാൻ കുളമാക്കി ഇങ്ങനെയൊക്കെ വിചാരിച്ച് പിന്നെ അങ്ങനെ ഇത് ചെയ്യന്നെ. പിന്നെ എന്തൊക്കെ പാട്ടോ എന്തൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് അതിനിടയ്ക്ക്. പിന്നെ നിങ്ങളുടെ വെക്കേഷനൊക്കെ എങ്ങനെയാണ് പറയാം. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തന്ന ടാബിൽ ചാർജ് 5 ഇരുന്നു എന്നാണ്, 5% ഉള്ളൂ. എന്നിട്ടും ഞാൻ പാട്ട് വെച്ച് കേൾക്കുന്നതാണ്. അപ്പം പിന്നെ ഞാനത് ചാർജ് ഇടാൻ വേണ്ടി കൊണ്ടുപോയി ഒരു പാട്ടും കൂടി വെച്ചിട്ട് പിന്നെ ഞാനത് ഉണ്ടാക്കിയത് ഇങ്ങനെ ജസ്റ്റ് ചുമലിങ്ങനെ വെച്ച് നോക്കി. ഇനി എവിടെ വെച്ചാൽ ഭംഗി, എന്നിട്ട് ഞാൻ അവിടെ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതുണ്ടാക്കിയത് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടൊന്ന് 10ൽ എത്രയാണെന്ന് മാർക്കൊന്ന് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴും മൊത്തം എനിക്ക് ആ ഒരു സംഭവം തന്നെയാണ് ഓർമ്മ വരണേ. ഞാൻ ഉണ്ടാക്കിയ 2 എങ്ങനെയുണ്ട് ഗൈസ്, സൂപ്പറല്ലേ? ജസ്റ്റ് നിങ്ങളത് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഗൈസ്, നമ്മൾ മോർണിംഗ് തന്നെയാണല്ലോ ഞാൻ ആദ്യം ആ പരിപാടി തുടങ്ങിയത്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് സ്കിൻ കെയർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ചെയ്യുന്നതിനിടയിൽ പകുതി മെൽട്ടായി പോയതാണോ പൊട്ടിപ്പോയതാണോ അറിഞ്ഞൂടാ. അങ്ങനെ ചെയ്തിങ്ങനെ കുറച്ച് പോയപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ വീഡിയോ എടുക്കണമല്ലോ, അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഐസ് ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. ഇത് നമ്മൾ വാങ്ങിയ സമയത്ത് നമുക്ക് ഇത് കറക്റ്റായിട്ട് വരുമോ എന്നുള്ള ഒരു ഇതുകൊണ്ട് നമ്മൾ ഐസ്ക്രീം ഒന്നും ഉണ്ടാക്കി നോക്കിയില്ലേനെ. പക്ഷെ ഐസ് ട്രൈ ചെയ്ത സമയത്തേനു കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നല്ലോ. ഒന്ന് പൊട്ടിപ്പോയത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ, എടുക്കുമ്പോൾ പൊട്ടിയതാണ്. നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. പിന്നെ നമുക്ക് ടെക്സ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്, ഫോണിൽ PDF കിട്ടിയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടങ്ങിയാലോ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ അങ്ങനെ ജസ്റ്റ് സോഷ്യലൊന്നും ഇങ്ങനെ നോക്കിയെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജസ്റ്റ് നോട്ടിലൊക്കെ എഴുതുന്നു PDF വെച്ചിട്ട്. നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ പഠിക്കേണ്ടത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര പഠിപ്പിച്ചാണ് വിക്കിസിനെ കുത്തിരുന്ന് പഠിക്കണമെന്ന് വിചാരിക്കും. ബട്ട് ഗൈസ് നോ, ഞാൻ അങ്ങനെ ജസ്റ്റ് ബുക്ക് കണ്ട് എനിക്ക് സോഷ്യൽ അറിയുമ്പോൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ നോക്കി ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് കേട്ടോ. പിന്നെ ഇതൊരു 11:30-12 ആയപ്പോഴാണ് തോന്നുന്നു ഇതിങ്ങനെ ഭയങ്കര മഴ ജസ്റ്റ് പെയ്തിന് കേട്ടോ. ഭയങ്കരമായിട്ടില്ല, കുറച്ചായിട്ട്. പിന്നെ ഒരു 3 or 4 o'clock ഗൈസ്, ഞാൻ ചോറ് തിന്നുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വിശന്ന് കുത്തിരുന്ന സമയമായിരുന്നു അപ്പോഴാണ് ഞാൻ ചോറ് കഴിച്ചത്. എനിക്കങ്ങനെ ഉച്ച ആകുമ്പോഴേക്കും അധികം വിശക്കാറില്ല. പക്ഷേ എനിക്കപ്പം അന്നെനിക്ക് നന്നായി വിശന്നിരുന്നു. അങ്ങനെ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോയി. പിന്നെ അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും പ്രത്യേകിച്ച് എടുക്കാൻ പറ്റില്ല. പിന്നെ ഈവനിങ് ആയപ്പോൾ, ഈവനിങ്ങിൽ ഒരു 3:30-4:30 സംതിങ് ആണെന്ന് തോന്നുന്നു, ചായ കുടിക്കുന്ന ടൈം, ടീ ടൈം. അപ്പോൾ ഞാൻ ഇങ്ങനെ ബിസ്ക്കറ്റ് കഴിക്കാം അല്ലെ എന്തെങ്കിലും സ്നാക്സ് എന്താ ഉള്ളതെന്ന് അങ്ങനെ നോക്കിപ്പോയപ്പം ഗുഡ് ഡേൻ്റെ ഒരു ബിസ്ക്കറ്റിന്, ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ്. എനിക്ക് ഗുഡ് ഡേൻ്റെ മറ്റേ ബിസ്ക്കറ്റ് എനിക്ക് വലിയ ഇഷ്ടമല്ല, കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ ഒരു ബിസ്ക്കറ്റ് നമ്മുടെ ഹൈഡൻസിക് ബിസ്ക്കറ്റില്ലേ, അതിനകത്തൊക്കെ ഒരു ടേസ്റ്റാണ്. പിന്നെ ഞാനത് കാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണമൊക്കെ എടുത്ത് പിടിച്ച് കാണിച്ചിട്ടൊക്കെ ഉണ്ട്. എനിക്കത് ഇഷ്ടട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ്, നമ്മുടെ ബീച്ചിലേക്കൊക്കെ പോവാണ്. ഞങ്ങൾ വിചാരിച്ചു വൈകുന്നേരമൊക്കെ ആകുമ്പം നല്ല മഴയായിരിക്കും, കാരണം ഉച്ചയൊക്കെ ആയപ്പോൾ മഴ പെയ്തിനല്ലോ. ഞങ്ങൾ വിചാരിച്ചു മഴയായപ്പോൾ ബീച്ചിൽ പോകാൻ പറ്റില്ല, അങ്ങനെ വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ വിചാരിച്ചു ബീച്ചിലൊക്കെ ഒന്ന് പോവാൻ വിചാരിച്ച സമയത്താണ് കേട്ടോ പോയത് ബീച്ചിൽ. പിന്നെ ബീച്ചിൽ പോയാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ കുറച്ച് ഇതാണ്.
നമ്മളെപ്പോഴും ബീച്ചിൽ ഇങ്ങനെ പോകാറുണ്ട്. ഭയങ്കര രസമല്ലേ ഇങ്ങനെ കളിക്കാനൊക്കെ. ഈ വെള്ളം ഇങ്ങനെ വരുന്നു, നമ്മൾ ഓടുന്നു, ഇനി സൂര്യനെ നോക്കി ഒത്തിരിക്കുന്നു, എന്തെങ്കിലും ഐസ്ക്രീം കഴിക്കുന്നു, പട്ടം ഇങ്ങനെ എന്താ പറയുക, പട്ടം വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നതൊക്കെ ചെയ്യില്ലേ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പട്ടം എനിക്കങ്ങനെ വെച്ചില്ല, പക്ഷേ എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പിന്നെ പിന്നെ വീട്ടിലൊക്കെ എത്തിയപ്പോൾ ഒരു കൊറിയർ വന്നിരുന്നു. എന്താണെന്നറിയോ, നമ്മൾ ടേബിൾ ലാമ്പ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഞാൻ പേടിച്ചു പോയി ഗൈസ്. ഇത് തീരെ ക്വാളിറ്റിയിൽ എങ്ങനെയാണ്, ചില രസമൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ബട്ട് പാക്കേജിങ് ഇസ് നോട്ട് ഗുഡ്. പിന്നെ നൈറ്റിൽ ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ ചെയ്തിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. സോ ഗൈസ്, അത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലയെന്ന് എനിക്കറിയാം. ബട്ട് ഗൈസ്, ഞാൻ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇടാൻ തോന്നുന്നു. അപ്പം പെട്ടെന്ന് ഞാൻ അങ്ങനെ ഫോൺ സ്റ്റോറേജ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. ഏകദേശം ഓൾറെഡി ഡേ ഇൻ മൈ ലൈഫ് ചെറുതായിട്ട് ഇങ്ങനെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിടാന്ന്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരാം. അപ്പം ബൈ ബൈ.